ചേട്ടാ, ഈ കോയമ്പത്തൂരിലെ തോൽവിക്ക് ശേഷം BJPയുടെ സംസ്ഥാന അധ്യക്ഷനായ അണ്ണാമല ഇപ്പോൾ കാണാനില്ല. അദ്ദേഹം ഇപ്പോൾ എവിടെയാണ്? അണ്ണാമല എവിടെ പോയി എന്ന് പറയാം. അതിനു മുമ്പ് അണ്ണാമലയെ തമിഴ്നാട്ടിൽ ഉണ്ടാക്കിയ ഒരു വിപ്ലവത്തെക്കുറിച്ച് നോക്കണം. കാരണം BJP ഏറ്റവും ദുർബലമായ സംസ്ഥാനങ്ങളിലൊന്നാണ് തമിഴ്നാട് എന്നാണ് പൊതുവെ പറയപ്പെട്ടിരുന്നത്. BJPയും AIDMKയുമായിട്ടുണ്ടായിരുന്ന ബന്ധം അണ്ണാമലയുടെ കടുംപിടുത്തം കൊണ്ട് AIDMKയ്ക്ക് അങ്ങനെ വഴങ്ങിക്കൊടുക്കാത്തൊരു നിലപാടായിരുന്നു അണ്ണാമലയുടേത്. അങ്ങനെ ആ മുന്നണി പിരിഞ്ഞു. രണ്ട് കക്ഷികളും പരസ്പരം മത്സരിക്കുന്ന സ്ഥിതി ഉണ്ടായി. അങ്ങനെ ഒരു ത്രികോണ മത്സരമാണ് തമിഴ്നാട്ടിലുണ്ടായത്. ആ മത്സരത്തിനൊടുവിൽ അണ്ണാമല കോയമ്പത്തൂരിൽ 1,18,000 വോട്ടുകൾക്ക് തോറ്റുപോയത് വലിയ തോൽവിയാണ്, തർക്കമൊന്നുമില്ല. പക്ഷേ അത് അണ്ണാമലയുടെ പരാജയം എന്ന് പറയാൻ പറ്റില്ല. കാരണം ഇപ്പോൾ തമിഴ്നാട്ടിലെ രാഷ്ട്രീയം കേരളത്തിലാരും ചർച്ച ചെയ്യുന്നില്ല. കട്ടിംഗ് സൗത്ത് എന്ന് പറഞ്ഞൊരു ആശയം പോലും ഉണ്ടായിരുന്നു. കേരളത്തിൽ മീഡിയ അക്കാഡമിയെ മുൻകൈയെടുത്ത് ഈ ദക്ഷിണേന്ത്യ വേർപെട്ട് പോകണം എന്ന തരത്തിൽ ദക്ഷിണേന്ത്യയിൽ ദ്രാവിഡ രാഷ്ട്രീയത്തിനാണ് BJPക്ക് ഒരു സ്ഥാനവുമില്ല എന്ന് പറയുന്ന തരത്തിലുള്ള പ്രചാരണം നടന്ന് കേരളത്തിൽ മീഡിയ അക്കാഡമിയുടെ മുൻകൈയിൽ ഒരു സെമിനാർ വരെ നടന്നു കൊച്ചിയിൽ. അപ്പോൾ അതിൻ്റെ പേരിൽ ഇപ്പോൾ വിജിലൻസ് അന്വേഷണം നടക്കുക, സർക്കാർ ഫണ്ട് അതിനുവേണ്ടി വിനിയോഗിച്ചു എന്ന പേരിൽ വിജിലൻസ് അന്വേഷണം ഇപ്പോൾ നടക്കുന്നു എന്നാണ് മനസ്സിലാവുന്നത്. ഏതായാലും അതവിടെ നിൽക്കട്ടെ. ഇപ്പോൾ കട്ടിംഗ് സൗത്ത് ആരും പറയുന്നില്ല. കാരണം BJP ദക്ഷിണേന്ത്യക്ക് കാലൂന്നി. കർണാടക BJP ഭരിച്ച സംസ്ഥാനമാണ്, ഇനിയും ഭരിക്കാം. പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലും വലിയ ഭൂരിപക്ഷം BJPക്കാണ്. ആന്ധ്ര, തെലങ്കാന അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ BJP മുന്നേറി. കേരളത്തിൽ ഒരു സീറ്റ് നേടി. കേരളത്തിലും വലിയ തോതിൽ CPM ആകെ വിറളി പിടിച്ചിരിക്കുക. CPMൻ്റെ ബേസ് വോട്ടുകൾ BJPയിലേക്ക് പോകുന്നു. ഇനി തമിഴ്നാട്ടിൽ എന്താ സ്ഥിതി? തമിഴ്നാട്ടിൽ BJPക്ക് കിട്ടിയ പെർസെൻറ്റേജ് എത്രയാണ്? ഈ തെരഞ്ഞെടുപ്പിൽ BJP 18.26% വോട്ട് നേടി തമിഴ്നാട്ടിൽ. ആരും പറയുന്നില്ല. അതായത് BJP വലിയ കുതിച്ചുകയറ്റമാണ് ഉണ്ടായത്. അപ്പോൾ അണ്ണാ DMKയുടെ ചിറകിലേറി അവരുടെ സഹായം കൊണ്ട് മാത്രം മുന്നേറുന്ന ഒരു പാർട്ടി എന്ന സ്റ്റാറ്റസ് മാറിയിട്ട് AIDMKയുടെ ഒപ്പം എത്തുന്ന ഒരു കക്ഷിയായി മാറി. AIDMKക്ക് കിട്ടിയ വോട്ട് എത്രയാണെന്നറിയാമോ? 20.46%. അപ്പോൾ തൊട്ടടുത്തെത്തി. ഈക്വൽ ശക്തിയായി BJP AIDMK എന്ന് പറയുന്നത് രണ്ട് കേഡർ പാർട്ടികൾ അവിടെയുണ്ട്. DMKയും AIDMKയും കേഡർ പാർട്ടികളാണ്. ഈ രണ്ടാമത്തെ വലിയ കേഡർ പാർട്ടിയായ തമിഴ്നാട് ദീർഘകാലം ഭരിച്ച പാരമ്പര്യമുള്ള പാർട്ടിയായ AIDMKയുടെ തുല്യ ശക്തിയായി BJP വന്നിരിക്കുന്നു. അത് അണ്ണാമല എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ വ്യക്തിപരമായ തോൽവി കോയമ്പത്തൂർ ഉണ്ടായെങ്കിലും ആസ് എ പാർട്ടി പ്രസിഡന്റ് അത് എമർജ് ചെയ്തു വന്നു, BJPയെ പ്രമുഖ സ്ഥാനത്തേക്ക് കൊണ്ടുവന്നു. അപ്പോൾ DMDK എന്ന് പറയുന്ന മറ്റൊരു ഘടകകക്ഷി ഉണ്ടായിരുന്നു BJPയുടെ കൂടെ. അവർക്ക് കിട്ടിയ 2.5 ആണ്. അപ്പോൾ AIDMK കിട്ടിയ 20.46, DMDK കിട്ടിയ 2.5, BJPക്ക് കിട്ടിയ 18.26. അങ്ങനെ ടോട്ടൽ ഈ മൂന്ന് കക്ഷികളും ചേർന്നാൽ തമിഴ്നാട്ടിൽ 40.79% വോട്ട് വരുമായിരുന്നു. എന്ന് പറഞ്ഞാൽ 10 മണ്ഡലങ്ങളിൽ AIDMKയും BJPയും DMK മുന്നണിയും ഒന്നിച്ചു നിന്നിരുന്നെങ്കിൽ 10 സീറ്റുകൾ പാർലമെൻറ്റിൽ മിനിമം കിട്ടുമായിരുന്നു. 10 മിനിമം. ബാക്കിയുള്ളിടത്ത് ചെറിയ ചെറിയ സ്വിച്ചിങ് ഉണ്ടാവും. പക്ഷേ 10 ഉറപ്പായിരുന്നു. ഏതൊക്കെ? ധർമ്മപുരി, കൃഷ്ണഗിരി, നാമക്കൽ, തിരുപ്പൂർ, ആരണി, വിഴുപ്പുറം, കള്ളക്കുറിച്ചി, ഇപ്പം മധ്യദുരന്തം ഉണ്ടായ കള്ളക്കുറിച്ചി, കടലൂർ, തെങ്കാശി തുടങ്ങിയ മണ്ഡലങ്ങളിൽ BJPയും AIDMKയും പിടിച്ച വോട്ട് ഒന്നിച്ചു ചേർത്താൽ DMK മുന്നണി ബഹുഘാതം പിന്നിലാണ്. അപ്പോൾ സഖ്യമായിട്ട് നിന്നത് വലിയ വിജയം തമിഴ്നാട്ടിലുണ്ടാവുമായിരുന്നു. അപ്പോൾ അവിടെ എക്കാലത്തും AIDMK കണ്ടിരുന്ന BJP എന്ത് ചെറിയ പാർട്ടി എന്ന ലൈനിൽ ഇവരെ അവഗണിച്ചു കൊണ്ടിരുന്ന അവസ്ഥയിൽ നിന്നും മാറി ബഹുമാനിക്കേണ്ട തുല്യ ശക്തിയായി അംഗീകരിക്കേണ്ട ഒരു സ്ഥിതിയിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുക. ഇതിനിടയ്ക്ക് AIDMK 3 കഷ്ണമായി. പന്നീർശെൽവം വേറെ, എടപ്പാടി വേറെ, മറ്റേ ശശികല വേറെ. ശശികല ഇപ്പോൾ പതുക്കെ BJP ആയിട്ട് സമവായത്തിലാണ്. പന്നീർശെൽവവും ഏതാണ്ട് ലോഹിത്തിലാണ്. ഇപ്പോൾ ഇതിനകത്ത് ഈ AIDMKക്ക് ഇപ്പോൾ വലിയ തകർച്ചയാണ്. ഭരണം ഇനി ഒരിക്കലും കിട്ടില്ല. ഭരണം കിട്ടണമെങ്കിൽ AIDMKക്ക് BJP മുന്നണിയിലേക്ക് പോവാതെ നിവർത്തിയില്ല. അപ്പോൾ BJP മുന്നണിയിലേക്ക് വരണം. അപ്പോൾ അവർക്ക് വലിയൊരു അഭിമാന പ്രശ്നമുണ്ട്. അഭിമാന പ്രശ്നം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെ ഇവർക്ക് BJPയിലേക്ക് അങ്ങനെ പെട്ടെന്ന് പോയിക്കോടാ. അണ്ണാമലയുടെ ഒരു കമാൻഡിങ് പവറിനെ കൂസാതെ നിൽക്കാൻ പറ്റില്ല. അതുകൊണ്ട് അവരുടെ ഡിമാൻഡ് കേന്ദ്ര സർക്കാരിൻ്റെയും കേന്ദ്ര BJP നേതൃത്വത്തിൻ്റെ മുന്നിൽ, മോദിയുടെയും നദ്ദയുടെയും അമിത്ഷായുടെയും മുന്നിൽ AIDMK വെച്ചതായാണ് വിവരം. അതായത് അണ്ണാമലയെ കേന്ദ്രമന്ത്രിയാക്കുക, തോറ്റെങ്കിലും കുഴപ്പമില്ല, ഒരു രാജ്യസഭാ സീറ്റ് കൊടുത്ത് കേന്ദ്രമന്ത്രിയാക്കി തമിഴ്നാട്ടിൽ നിന്ന് മാറ്റുക. എന്നിട്ട് AIDMKക്ക് വിധേയനായി മുന്നണിയായിരുന്ന കാലത്ത് നിന്നിരുന്ന മുരുകനുണ്ട്. മുരുകനെ സംസ്ഥാന നേതൃത്വത്തിലേക്ക് കൊണ്ടുവരിക എന്നൊരു
ഐഡിയ, ഒരു പാക്കേജ് AIDMK നേതൃത്വം BJP ലീഡർഷിപ്പിന് ദേശീയ നേതൃത്വത്തിന് മുന്നിൽ വെച്ചു. അത് തള്ളി എന്നതാണ് ഏറ്റവും വലിയ കാര്യം. അണ്ണാമലയെ തുടർന്ന് BJPയെ നയിക്കും. അപ്പോഴാണ് ഈ ചോദ്യം വരുന്നത്, അണ്ണാമല എവിടെ പോയി? പലരും പറഞ്ഞു ഇലക്ഷന് തോറ്റു, അണ്ണാമലയെ സ്ഥലം വിട്ടു. അണ്ണാമലയെ തോറ്റിട്ടില്ല. അണ്ണാമലയെ അദ്ദേഹത്തിൻ്റെ പാർട്ടിയെ അതിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പൊസിഷനിലെത്തി AIDMK എന്ന് പറയുന്ന ദ്രാവിഡ പാർട്ടിയുടെ ഒപ്പത്തിലുള്ള സ്റ്റേച്ചറിൽ എത്തിച്ചിരിക്കുകയാണ്. പിന്നെ എവിടെ പോയി അദ്ദേഹം 3 മാസത്തെ ഒരു കോഴ്സിന് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി ഒരു ഫെലോഷിപ്പിന് നേരത്തെ അപേക്ഷിച്ചിരുന്നു. അത് കിട്ടി. 3 മാസത്തേക്ക് UK പോയിരിക്കുകയാണ് പഠിക്കാൻ. പഴയ IPS ഓഫീസറാണ് അദ്ദേഹം. 3 മാസത്തെ ഫെലോഷിപ്പ് കിട്ടി അവിടെ പോയിരിക്കുന്നു. അത് മറച്ചു വെച്ചിട്ടാണ് തമിഴ്നാട്ടിൽ BJP നിലംപരിശായി എന്നുള്ള ഒരു പ്രചാരവേല നടന്നത്. പക്ഷേ ഇപ്പോൾ സംഭവിക്കുന്നത് നമ്മളറിയാതെ AIDMK വീണ്ടും BJP മുന്നിലേക്ക് വരികയാണ്. ഈക്വൽ പാർട്ട്ണർ എന്ന സ്റ്റാറ്റസിലാണ് ഇനി വരാൻ പോകുന്നത്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ AIDMK BJP മുന്നണി ഉണ്ടാകുമെന്നുള്ളതിൻ്റെ പ്രാരംഭ ചർച്ചകൾ നടന്നു കഴിഞ്ഞു. ഇതാണ് ഒരു ചിത്രം. രണ്ടാമത്തെ ചിത്രം, ഇനി DMKയുടെ അവസ്ഥ എന്താണ്? DMKയുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ DMK എന്ന് പറയുന്നത് ഇപ്പോൾ സ്റ്റാലിനെ കേന്ദ്രീകരിച്ചുള്ള പാർട്ടിയാണ്. സ്റ്റാലിൻ്റെ കരുണാനിധിയുടെ 2 മക്കൾ, അതാണ് സ്റ്റാലിനും കനിമൊഴിയും. രാഷ്ട്രീയത്തിലുള്ള 2 മക്കൾ. പക്ഷേ രണ്ടുപേരുടെ അമ്മ വേറെയാണ്. ബ്രദേഴ്സ് എന്നൊക്കെ പറയാമെന്നുണ്ടെങ്കിലും അമ്മ വേറെയാണ്. അപ്പോൾ അവിടെ ഒരു പൊളിറ്റിക്കൽ ഒരു ഡിവിഷൻ ഇവർക്കിടയിലുണ്ട്, അധികാര തർക്കമുണ്ട്. അതായത് ഇപ്പോൾ കരുണാനിധി ഈ പാർലമെൻറ്റിൽ കരുണാനിധിക്ക് ശേഷം അധികാരത്തിൽ വന്ന സ്റ്റാലിൻ ഇപ്പോൾ അങ്ങനെ പൊതുവേദിയിലൊന്നും കാണുന്നില്ല. ആളുകൾ അദ്ദേഹത്തിന് എന്തോ ഗുരുതരമായ ആരോഗ്യ പ്രശ്നമാണ്, അദ്ദേഹം നിരന്തരം ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞുള്ള കഥകൾ, കിംവദന്തികൾ പറയുന്നു. ഇതൊന്നും ഔദ്യോഗികമായി സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല. ഏതായാലും സ്റ്റാലിൻ അങ്ങനെ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനെ പോലെ ഒക്കെ സജീവമായി പൊതുരംഗത്ത് ഇടയ്ക്കിടയ്ക്ക് കാണും. പിന്നെ അദ്ദേഹത്തെക്കുറിച്ച് വേറെബോട്ട്സ് അറിയില്ല. മുഖ്യമന്ത്രിയുണ്ട്, ഭരണം നടക്കുന്നുണ്ട്, ഉദയനിധി സ്റ്റാലിനും അടക്കമുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. ഉദയനിധി സ്റ്റാലിനെ ഇപ്പോൾ മുഖ്യമന്ത്രിയാക്കാനുള്ള നീക്കവും നടക്കുകയാണ്. അതാണ് ഇപ്പോൾ ഉദയനിധി പലയിടത്തും സ്റ്റാലിൻ ഒന്ന് ബിഹൈൻഡ് ദ കർട്ടനാണ്. അദ്ദേഹത്തിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങളാണ് കാരണം എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ഷർട്ട് കണ്ടിട്ടോ, കോളർ ഇങ്ങനെ വെച്ചാണ് വരുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ കോളർ ഇങ്ങനെ വെച്ച് വരുന്നതെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫാഷൻ കൊണ്ടുപോകാം, അല്ലെങ്കിൽ ചിലതൊക്കെ മറയ്ക്കാനും ആവാം. എന്താണെന്ന് ഞാൻ പറയുന്നില്ല, പോട്ടെ, എന്തു ആവട്ടെ. അത് നമുക്കറിഞ്ഞുകൂടാത്ത കാര്യങ്ങളാണ്. അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതിയെ സംബന്ധിച്ച് തമിഴ്നാട് സർക്കാരോ സ്റ്റാലിൻ്റെ കുടുംബമോ ഒന്നും ഒഫീഷ്യലി പറയാത്തതുകൊണ്ട് നമുക്ക് അതേക്കുറിച്ച് ഊഹാപോഹങ്ങൾക്ക് ഇടയില്ല. പക്ഷേ ഇങ്ങനെ ചില കിംവദന്തികളൊക്കെ പരക്കുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഇടയ്ക്ക് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് വലിയൊരു നീക്കം നടന്നു. തമിഴ്നാട്ടിലെ സാമൂഹ്യക്ഷേമ വകുപ്പ് മന്ത്രിയാണ് ഗീതാ ജീവൻ്റെ സഹോദരനാണ് തൂത്തുക്കുടി മേയർ. ഗീതാ ജീവന് പാർലമെൻറ്റിൽ തൂത്തുക്കുടി മണ്ഡലത്തിൽ സീറ്റ് കൊടുക്കണമെന്ന് കനിമൊഴി ആവശ്യപ്പെട്ടിരുന്നു. കനിമൊഴിക്ക് തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ഏറ്റവും കൂടുതൽ നിർണായക സ്വാധീനമുള്ളൊരു മേഖല തെക്കൻ തമിഴ്നാടാണ്. തൂത്തുക്കുടി, തിരുനെൽവേലി ഭാഗത്തൊക്കെ കനിമൊഴി വിഭാഗത്തിന് DMKയിൽ കനിമൊഴിയോടൊപ്പം നിൽക്കുന്ന ആളുകൾക്ക് വലിയ സ്വാധീനമുണ്ട്. അവിടെ നിന്ന് കനിമൊഴിയുടെ നോമിനിയാണ് തൂത്തുക്കുടിയിൽ നിന്നുള്ള മന്ത്രിയായ ഗീതാ ജീവന് പാർലമെൻറ്റിലേക്ക് ഒരു സീറ്റ് കൊടുക്കണം എന്ന് ആരും ഇന്നലെ അവിടെ ജയിക്കും എന്ന് കനിമൊഴി അതിശക്തമായി DMKയിൽ ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ അത് വെട്ടിയത് സ്റ്റാലിനാണെന്ന് പറഞ്ഞാൽ പോലെ സ്റ്റാലിൻ്റെ ഭാര്യയാണെന്നാണ് തമിഴ്നാട് രാഷ്ട്രീയത്തിൽ പറയുന്നത്. ആ സീറ്റ് കൊടുക്കേണ്ടത് സ്റ്റാലിൻ്റെ ഭാര്യയ്ക്ക് കനിമൊഴിയെ കണ്ടുകൂടാ. കാരണം ഇതുവരെ എല്ലാവരും കരുതിയിരുന്നത് സ്റ്റാലിന് ശേഷം നമ്പർ 2 DMKയിലാകാൻ പോകുന്നത് കനിമൊഴിയാണ് എന്നായിരുന്നു. പക്ഷേ അപ്പോഴാണ് ഉദയനിധി സ്റ്റാലിൻ ഉയർന്നു വരുന്നത്. സിനിമയൊക്കെ ആയിട്ട് നടന്ന ഒരു ഗൗരവമില്ലാത്ത രാഷ്ട്രീയത്തിൽ ഒരു ഗൗരവ സ്വഭാവം കാണിക്കാത്ത, സനാതന ധർമ്മത്തെ ഉന്മൂലനം ചെയ്യണം എന്നൊക്കെ പറയുന്ന കുപ്രസിദ്ധമായ പ്രസംഗങ്ങൾ നടത്തിയ ആളാണ് ഉദയനിധി സ്റ്റാലിൻ. അപ്പോൾ സ്റ്റാലിൻ എവേർ ചെയ്ത് വരുന്നത് കനിമൊഴിയെ വെട്ടിക്കൊണ്ടാണ്. അത് ഈ വീട്ടിനകത്തൊരു പൊളിറ്റിക്സാണ്. വീടിനകത്തെ പൊളിറ്റിക്സിൻ്റെ ഭാഗമായി കനിമൊഴിയെ പതുക്കെ സൈഡ് ലൈൻ ചെയ്യുകയാണ്. കനിമൊഴി ഈ മന്ത്രിയായ ഗീതാ ജയനെ പാർലമെൻറ്റിലേക്ക് അയക്കണം എന്ന് തീരുമാനിച്ചതിൻ്റെ പിന്നിലൊരു പൊളിറ്റിക്സ് ഉണ്ടായിരുന്നു. അതായത് ഗീതാ ജയൻ നിന്നാൽ ജയിക്കുമ്പോൾ തൂത്തുക്കുടി MLA സീറ്റ് കാലിയാവും. അവിടെ കനിമൊഴിക്ക് മത്സരിക്കണം. കനിമൊഴിക്ക് മത്സരിച്ചാൽ കനിമൊഴി മന്ത്രിസഭയിലേക്ക് വരും, തമിഴ്നാട് മന്ത്രിസഭയിലേക്ക് വരും. തമിഴ്നാട് മന്ത്രിസഭയിലേക്ക് കനിമൊഴി വന്നാൽ, സ്റ്റാലിൻ്റെ മന്ത്രിസഭയിൽ കനിമൊഴി വന്നാൽ, ഉദയനിധി സ്റ്റാലിനേക്കാളും സീനിയറാണ്, കരുണാനിധിയുടെ മകളാണ്. അപ്പോൾ സ്വാഭാവികമായും നമ്പർ 2 ആയിട്ട് കനിമൊഴി വരും. കനിമൊഴി ആയിരുന്നു മുൻകാലങ്ങളിൽ നമ്പർ 2 ആയി DMKയിൽ കണക്കാക്കപ്പെട്ടിരുന്നത്. പക്ഷെ അത് വളരെ പെട്ടെന്ന് ഉദയനിധി സ്റ്റാലിൻ വന്നപ്പോൾ അത് ഭയങ്കര ഡിമിനിഷ് ചെയ്ത് അവർ ഒരു MP എന്ന കുടുംബാംഗമാണ്, MP ആണ് എന്നതിനപ്പുറത്തേക്ക് ഒരു പൊളിറ്റിക്കൽ സ്റ്റേക്ക് അവർക്കുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഗീതാ ജയനെ മാറ്റിയിട്ട്
ഗീതാ ജീവനെ മാറ്റിയിട്ട് ആ സീറ്റിൽ അസംബ്ലിയിലേക്ക് മത്സരിക്കാനുണ്ടായിരുന്ന കനിമൊഴിയുടെ പ്ലാൻ വന്ന് അത് സ്റ്റാലിൻ്റെ ഭാര്യയും ഉദയനിധി സ്റ്റാലിനും കൂടെ നുള്ളിക്കളഞ്ഞു. അപ്പോൾ ഇനിയിപ്പോൾ കനിമൊഴിക്ക് സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഇടപെടാൻ പറ്റില്ല, തട്ടക്കെറ്റി മൂളിയെടുത്തിരിക്കുക. അപ്പോൾ സ്റ്റാലിൻ്റെ മകനാണ് ഉദയനിധി സ്റ്റാലിൻ വരാൻ പോകുന്നത്. അപ്പോൾ DMK-ക്കകത്ത് വലിയൊരു അന്തഛിദ്രം ഇപ്പം തന്നെ ഒരു അടുക്കള വിപ്ലവം നടക്കുന്നുണ്ട്. കനിമൊഴിയും സ്റ്റാലിനും, അല്ലെങ്കിൽ കനിമൊഴിയും ഉദയനിധി സ്റ്റാലിനും, അല്ലെങ്കിൽ കനിമൊഴിയും സ്റ്റാലിൻ്റെ ഭാര്യയും, ഇങ്ങനെ വ്യാഖ്യാനിക്കും. അങ്ങനെ ഈ സ്റ്റാലിൻ്റെ ഭാര്യയുടെ ലക്ഷ്യം കനിമൊഴി വന്നു കഴിഞ്ഞാൽ പാർട്ടി ഇനി അവരുടെ കയ്യിലാണ്, സ്റ്റാലിന് ശേഷം കനിമൊഴി. അങ്ങനെ വന്നു കഴിഞ്ഞാൽ താനൊന്നുമല്ല, താനും തൻ്റെ മകനും ഒന്നുമല്ല ഉണ്ടാവും. അതുകൊണ്ട് തൻ്റെ മകൻ ഇപ്പോൾ നമ്മുടെ രാമായണ കഥയിൽ ദശരഥൻ്റെ വീട്ടിൽ നടന്ന പോലെയുള്ള ഒരു തർക്കമാണ്. ഇതിനകത്ത് വലിയ കീ റോളെടുത്ത് ഇപ്പോൾ നിൽക്കുന്നത് അടുക്കളയിൽ സ്റ്റാലിൻ്റെ ഭാര്യയാണ്. സ്റ്റാലിൻ്റെ ഭാര്യയുടെ ഒരു ഓപ്പറേഷൻ്റെ ഭാഗമായിട്ട് ഗീതാ ജീവന് സീറ്റ് കിട്ടിയില്ല. അവർ മന്ത്രിയാണ്. പക്ഷേ അവരെ മാറ്റിയിട്ട് മന്ത്രിസഭയിലേക്ക് വരാനുള്ള കനിമൊഴിയുടെ വഴി അടഞ്ഞു നിൽക്കുകയാണ്. ഒരു പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, ഉദയനിധി സ്റ്റാലിൻ രണ്ടാമനായി ഉപമുഖ്യമന്ത്രിയായി ഭാവി DMK-യുടെ തലവനായി വന്നാൽ കനിമൊഴി വിഭാഗം അത് അംഗീകരിക്കാൻ പോകുന്നില്ല. പക്ഷേ ഈ പണ്ട് ഈ കരുണാനിധി മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് ഈ കനിമൊഴിയെ പാർലമെന്റിലേക്കും സ്റ്റാലിനെ നിയമസഭയിലേക്കും എന്നുള്ള രീതിയിലൊന്നും മാറ്റി മാറ്റി സ്റ്റാലിന് സ്റ്റാലിന് ശേഷം എന്നുള്ള പ്രശ്നമുണ്ടല്ലോ. സ്റ്റാലിന് ശേഷം ഇക്വേഷൻ പാർലമെന്ററി അന്ന് കേന്ദ്രത്തിൽ DMK-ക്ക് സ്റ്റേക്ക് ഉണ്ടായിരുന്നു, കേന്ദ്രമന്ത്രിയൊക്കെ ആകാം. അതുകൊണ്ടാണ് ദേശീയ രാഷ്ട്രീയത്തിലേക്ക് കനിമൊഴി, സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് സ്റ്റാലിൻ. രണ്ടു കൂട്ടരെ, രണ്ടു ഭാര്യമാരിലുണ്ടായ രണ്ടു മക്കളെയും തുല്യ പരിഗണന കൊടുത്ത് കരുണാനിധി കൊണ്ടുവന്നിരുന്നു. കരുണാനിധി മരിച്ചു. ഇപ്പോൾ കനിമൊഴി ഒരു കറിവേപ്പില പോലെയാണ്. കനിമൊഴിക്ക് ആകെ പാർലമെന്റ് കിട്ടി, അവിടെ പോയിട്ട് പാർലമെന്റിൽ പോയിട്ട് എന്ത് കിട്ടാനാ? സംസ്ഥാന രാഷ്ട്രീയത്തിലൊന്നുമില്ല. പാർട്ടി സമ്പൂർണ്ണമായും ഉദയനിധി സ്റ്റാലിന് ഒരു താരത്തിൽ വെച്ച് കൊടുക്കാൻ പോയി. അപ്പോൾ കനിമൊഴി ആരായി മാറും? കനിമൊഴി വെറും ഒരു MP മാത്രമായി, അത്രയേ ഉള്ളൂ. കരുണാനിധിയുടെ മകളെന്ന നിലയിൽ പാരമ്പര്യമായി പാർട്ടി, ഇത് കുടുംബ പാർട്ടിയാണല്ലോ, കരുണാനിധിയുടെ കാലം കഴിഞ്ഞപ്പോഴത്തേക്ക് സ്റ്റാലിന് കൊടുത്തു. പക്ഷേ സ്റ്റാലിൻ്റെ പോലെ തുല്യ അവകാശം ആർക്കുണ്ട്? പാർട്ടിയിൽ കനിമൊഴിക്കുണ്ട്. അപ്പോൾ അവർ പറയുന്നത് സ്റ്റാലിൻ്റെ കാലം കഴിഞ്ഞാൽ എനിക്കാണ് പാർട്ടി കിട്ടേണ്ടത്, അല്ലാതെ സ്റ്റാലിൻ്റെ മകനല്ല. ഇതാണ് മഹാഭാരത കഥയിലെ അതേ ഇക്വേഷനാണ്. പാണ്ഡുവിന് ശേഷം ആര് വരണം? മകൻ വരണമെന്നുള്ളതാണല്ലോ ആ തിയറി. അപ്പോൾ ഒരു മഹാരാഷ്ട്ര കഥയിലെ സിമിലർ സിറ്റുവേഷൻ DMK കുടുംബത്തിൽ നടക്കുന്നുണ്ട്. അപ്പോൾ പാർട്ടിക്കുള്ളിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ കനിമൊഴി ഇപ്പുറത്തും ഉദയനിധി സ്റ്റാലിന് അപ്പുറത്തുമായി ഒരു വലിയ വടംവലി DMK-യിൽ ഉണ്ടാകാൻ പോകും. പിളർപ്പുണ്ടാവാം, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പാര വെച്ച് കൂടുതൽ സ്വാധീനമുള്ള MLA-മാർ ആരണം തീരുമാനിക്കുന്ന തരത്തിലുള്ള ഒരു വലിയ കലാപം DMK-യിൽ ഉറപ്പായിരിക്കുകയാണ്. അതിൻ്റെ ലാഞ്ചനകൾ ഇപ്പോൾ വരുന്നുണ്ട്, പുറത്തേക്ക് വരുന്നില്ല. അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഗീതാ ജീവന് കനിമൊഴി പറഞ്ഞിട്ടും ഒരു സീറ്റ് വാങ്ങിച്ചു കൊടുക്കാൻ കനിമൊഴിക്ക് കഴിഞ്ഞില്ല. ഇതിൻ്റെ ഒരു ക്ഷോഭം കനിമൊഴിക്കുണ്ട്. അങ്ങനെയാണ് DMK-യിലെ ആഭ്യന്തര പ്രശ്നങ്ങൾ. ഇത്തരം സാഹചര്യങ്ങൾ നിൽക്കുമ്പോൾ AIADMK-ക്ക് ഇനി ഭരണത്തിൽ വരണമെങ്കിൽ തങ്ങളുടെ ഒപ്പം ജനങ്ങൾക്കിടയിൽ സ്വാധീനമുള്ള, തങ്ങൾക്ക് 20 ആണെങ്കിൽ 18.4% വോട്ടുള്ള BJP ഇല്ലാതെ പറ്റില്ല എന്ന അവസ്ഥയാണ്. അപ്പോൾ ഉറപ്പായും നമ്മൾ അധികം വൈകാതെ നമ്മൾ കേൾക്കാൻ പോകുന്ന AIADMK BJP സഖ്യം NDA എന്ന നിലയിൽ തമിഴ്നാട്ടിൽ വരാൻ പോകുന്നു. ഇക്വേഷൻ ഈസ് ക്ലിയർ, അതായത് വളരെ ക്ലിയറായി ഡിഫൈൻ ചെയ്യപ്പെട്ടു. തുല്യ പങ്കാളികൾ 50-50% സീറ്റുകൾ വിഭജിക്കുന്ന പാർട്ടികളായി BJP ഈക്വൽ കക്ഷികളായി തമിഴ്നാട്ടിലേക്ക് രംഗപ്രവേശം ചെയ്യാൻ പോകണം NDA വീണ്ടും. അപ്പോൾ ഇത് സൗത്ത് ഇന്ത്യയിലാകെ BJPക്ക് ഒരു സെറ്റ് ബാക്ക് ഉണ്ടായി എന്നൊക്കെ പറഞ്ഞിരുന്ന ആളുകൾക്ക് വലിയ മനപ്രയാസം ഉണ്ടാക്കുന്ന കാര്യമാണ്. BJP സൗത്ത് ഇന്ത്യയിലും നിർണായക ശക്തിയായി മാറുകയാണ്. വരാൻ പോകുന്ന അടുത്ത പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് ഇനി 5 വർഷം ബാക്കിയുണ്ട്. എങ്കിൽ പോലും അതിനുള്ള ഒരുക്കങ്ങൾ ഇപ്പോഴേ BJP ആരംഭിച്ച് കഴിഞ്ഞിരിക്കുന്നു എന്നതിൻ്റെ അടുത്ത ഒരു തെളിവാണ് തമിഴ്നാട് രാഷ്ട്രീയത്തിൽ നിശബ്ദമായി നടക്കുന്ന ഈ ചർച്ചകൾ. നമ്മൾ ഇന്നലെ വളരെ നിർണായകമായൊരു തീരുമാനം കണ്ടു. 56 വർഷത്തിന് ശേഷം RSSൻ്റെ നിരോധനം BJP സർക്കാർ കഴിഞ്ഞ 10 വർഷക്കാലവും മറന്നുപോയത് 11ാം വർഷത്തിലെ ആദ്യ മാസങ്ങളിൽ തന്നെ തിരുത്തിയിരിക്കുന്നു. BJPയിൽ വലിയ തോതിൽ ഒരു തെറ്റുതിരുത്തൽ പ്രക്രിയ ആരംഭിച്ചു. വിട്ടുപോയ എല്ലാവരെയും കൂട്ടിയിണക്കി അതിശക്തമായ ഒരു NDA എന്ന ലക്ഷ്യത്തിലേക്ക് BJP പതുക്കെ സഞ്ചരിച്ചു തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ നടക്കുമ്പോഴും നമ്മുടെ പ്രതിപക്ഷ നേതാവ് പട്ടായയിൽ നിന്നോ ബാങ്കോക്കിൽ നിന്നോ തിരിച്ചു വന്നിട്ടില്ല. ഇതുവരെ വന്നിട്ടില്ല. പാർലമെൻറ്റ് തുടങ്ങുന്നതുകൊണ്ട് എത്തിയിട്ടുണ്ടാവാം, വന്നതായി സ്ഥിരീകരണമില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.